എല്ലാവർക്കും ലിസാസ് ടൈലറിംഗ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു അളവ് ചുരിദാർ ഉപയോഗിച്ചിട്ട് എങ്ങനെ ലൈനിങ് ചുരിദാർ കട്ട് ചെയ്യാമെന്നാണ് കേട്ടോ കാണിക്കാൻ പോണത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് അളവ് ചുരിദാർ ഇതാണ് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള തുണി കൊണ്ടുവന്നിരിക്കണത്. അതിൽ നമ്മൾ സെറ്റ് ചുരിദാറൊക്കെ മേടിക്കുമ്പോൾ കിട്ടണതിൻ്റെ ടോപ്പാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഡിസൈനുള്ള ഭാഗം നെക്കിൻ്റെ ഇവിടെ ഫ്രണ്ടിലായിട്ട് വരണം. അങ്ങനെയാണ് ഇതിൻ്റെ കട്ടിങ് വേണ്ടത്. അപ്പോൾ ഇത് ഇവിടെ കൊണ്ട് നമ്മുടെ രണ്ട് ബാക്കും ഫ്രണ്ടും ഒരുമിച്ചുള്ള പീസാണ്. അപ്പോൾ ഇത് രണ്ടാക്കി നമ്മൾ കട്ട് ചെയ്യണം. ബാക്കും ഫ്രണ്ടും രണ്ടാക്കി കട്ട് ചെയ്യണം. അപ്പോൾ ഈ ഭാഗമാണ് വിടിയിക്കാത്ത ഭാഗം, അത് കട്ട് ചെയ്യാട്ടോ. ഇതിപ്പോൾ രണ്ടായി കട്ട് ചെയ്തപ്പോൾ ഈ ഭാഗമാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം. ഇതാണ് ഇതിൻ്റെ ബാക്കിൽ നിന്നാണ് നമ്മൾ സ്ലീവിൻ്റെ ഭാഗം കട്ട് ചെയ്യുക. അപ്പോൾ ബാക്ക് നമ്മൾ എടുത്തിട്ട് നമ്മുടെ ഈ തേരുള്ള ഭാഗമല്ലേ, അവിടെ നിന്ന് മുതൽ നമ്മുടെ അളവ് ചുരിദാറിൻ്റെ അടിഭാഗം ഇതുപോലെ ഇടുമ്പോൾ ഇതിൻ്റെ അടിഭാഗം ഉണ്ടല്ലോ, ഇതിൻ്റെ രീതി വെച്ചിട്ട് നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കണം. ബാക്കിയുള്ള ഈ ഭാഗം കൊണ്ടാണ് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എടുക്കുമ്പോൾ 1 ഇഞ്ച് ഈ സൈഡിലും 1 ഇഞ്ച് ഈ സൈഡിലും കൂടുതൽ എടുക്കണം. അങ്ങനെ ഇതിൻ്റെ കൃത്യം നീളത്തേക്കാൾ 2 ഇഞ്ച് കൂടുതൽ എടുത്തിട്ട് വേണം ഇതിൻ്റെ വെട്ടാൻ. ഇതിങ്ങനെ മടക്കിയിട്ടിട്ട് ഈ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഈ പീസിൽ നിന്നാണ് നമ്മൾ സ്ലീവ് വെട്ടുക കേട്ടോ. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഇതിൻ്റെ ബാക്ക് ഇതുപോലെ ഇതിങ്ങനെ മടക്കിയിടണം. അങ്ങനെ മടക്കിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ വെട്ടുക കേട്ടോ. പിന്നെ ഇതിൻ്റെ ലൈനിങ് തുണി ഇതാണ്. ഇത് ലൈനിങ്ങും ടോപ്പും ഇതൊക്കെ ഒരുമിച്ചാണ് ഞാൻ വെട്ടുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ തയ്ക്കുമ്പോൾ നല്ല ഇറക്കം വേണമെന്ന് വെച്ചാൽ ലൈനിങ് തുണി 2.25 മീറ്റർ വേണം. എന്നാലാണ് കൈക്കും കൂടി ലൈനിങ് കിട്ടുള്ളൂ. കൈക്ക് ലൈനിങ് വേണ്ടാന്നുണ്ടെങ്കിൽ 2.25 ആയാലും മതി. നല്ല ഇറക്കം വേണമെങ്കിൽ 2.5 വേണ്ടി വരും. ഇത് 2.25 മീറ്ററാണ്. അപ്പോൾ ലൈനിങ് തുണി നമുക്കിങ്ങനെ കിട്ടുമ്പോൾ തന്നെ ഇതുപോലെ മടക്കിയിട്ടാണല്ലോ കിട്ടുക. അത് വീണ്ടും 2 ആക്കി മടക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഇടുക. ഇതിൻ്റെ മീതെ നമ്മൾ ആദ്യം ഇടുന്നത് ബാക്ക് ഭാഗമാണ് കേട്ടോ. ബാക്ക് ഭാഗം നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ടല്ലോ, അതിങ്ങനെ 2 ആക്കി മടക്കിയിട്ട് ലൈനിങ് തുണിയുടെ മുകളിൽ ഇങ്ങനെ ഈ വിടിയിക്കാത്ത ഭാഗം ഉണ്ടല്ലോ, ഇവിടെ വേണം ഇതിടാൻ. ഇടുമ്പോൾ നമുക്ക് ലൈനിങ്ങിനെക്കാട്ടിലും 1.5 ഇഞ്ച് ഇറക്കിയിടണം കേട്ടോ. ഈ മുകളിലത്തെ പീസ് ലൈനിങ് ഒപ്പം വേണ്ട, 1.5 ഇഞ്ച് കുറവ് മതി. ഇതിപ്പോൾ ബാക്കാണ് ഇട്ടേക്കണം. ഇനി ഇതിൻ്റെ മീതെ ഫ്രണ്ട് ഭാഗം ഇടണം. ഫ്രണ്ടിൽ ഇതുപോലൊരു ഡിസൈൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ ഡിസൈൻ കറക്റ്റ് നടുവിലേക്ക് വരുന്ന പോലെ തുല്യമായിട്ട് ഇത് മടക്കണം കേട്ടോ. കൃത്യം നടുവ് എടുക്കണം. നടുവ് എടുത്തിട്ട് വേണം ഇതിങ്ങനെ മടക്കിയിട്ട് ഇടാൻ. മടക്കിയിട്ട് അടിയിൽ നിന്ന് ഇതൊപ്പം ഇടുക. അപ്പോൾ ഈ ഭാഗവും ഒപ്പാണോ നോക്കണം, ഈ ഡിസൈൻ അങ്ങനെ ഇടുക. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അളവ് ചുരിദാർ എടുക്കാം. അളവ് എടുക്കുമ്പോൾ അളവിൻ്റെ ലെങ്ത്ത് നമ്മൾ നോക്കണം കേട്ടോ. ലെങ്ത്ത് ഇതിൻ്റെ അത്ര തന്നെ ഉണ്ടോ എന്ന് നോക്കണം. ഇതിപ്പോൾ ഇതിൻ്റെ അത്ര തന്നെ ഉണ്ട്. അത് കാരണം പിന്നെ ഞാൻ ഒന്നും പറയാൻ ഇല്ലയെന്ന് വെച്ചാൽ നമുക്ക് വേറെ ഷോൾഡർ ജോയിൻ്റ് എന്ന് പറയും, അത് കൊടുക്കണം. അത് ഇതിൽ കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ മടക്കിയിടുക. സ്ലിറ്റിൻ്റെ അവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഇതിങ്ങനെ കൃത്യമായിട്ട് 2 ആക്കി മടക്കിയിടുക. ഇത് ബോട്ടിനൊക്കെയാണ്. അപ്പോൾ ഇതിന് വിസ്താരം സാധാരണ കഴുത്തിനെക്കാട്ടിലൊക്കെ വൈഡായിട്ടാണ് നമ്മളിത് വെട്ടുക, ബോട്ടിനൊക്കെ ആയ കാരണം. നമ്മൾ ഈ ബാക്കിൻ്റെ മീതെ ഫ്രണ്ട് ഇട്ടിട്ട് അതിൻ്റെ മീതെ ഈ ടോപ്പ് നമുക്ക് അളവ് തന്നത് ഇട്ടുവിട്ടാം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ നെക്കിൻ്റെ ഇവിടെ അടയാളം ഇട്ടുക. അടിച്ചു പോകാനുള്ള 1/2 ഇഞ്ച് താഴ്ത്തിയിട്ടാണ് ഇത് വെച്ചേക്കണേ. ഇവിടെ അടിച്ചു പോകാനും കൂടിയിട്ട് ഒരു 1/2 ഇഞ്ച് എടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഈ ചെസ്റ്റ് ഭാഗം ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ഇവിടെ നിന്ന് 1.5 ഇഞ്ച് കൂടുതൽ എടുക്കണം. നമ്മളുടെ ഈ റിഗാള് വരുന്നത് ഇവിടെയാണ്. അവിടെയും ഒരു ഇങ്ങനെ വരയ്ക്കുക. പിന്നെ ഈ അരഭാഗം 1.5 ഇഞ്ച് ഇവിടെയും കൂടുതൽ എടുക്കുക. പിന്നെ ഈ സ്ലിറ്റ് വരുന്നത് ഇതുപോലെ ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് സ്ലിറ്റ് എവിടെയാണ് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കുക. സ്ലിറ്റിൻ്റെ അവിടെ 1.5 ഇഞ്ച് വേണ്ട, 1 ഇഞ്ച് മതി കേട്ടോ. സ്ലിറ്റിൻ്റെ അവിടെ 1 ഇഞ്ച് വേണം അവിടെ അടിക്കാൻ പറ്റുള്ളൂ. അപ്പോഴാണ് നമുക്ക് മടക്കി അടിക്കുമ്പോൾ സ്ലിറ്റ് അടിക്കുമ്പോൾ കറക്റ്റിൽ വരിക. പിന്നെ നമ്മളിവിടെ ബാക്കിന് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ അത്ര തന്നെ വേണം. അതിലേക്ക് ഇതിങ്ങനെ വരയ്ക്കുക. ടേപ്പ് വെച്ചിട്ട് ഇങ്ങനെ വരച്ചാലും മതി കേട്ടോ. ടേപ്പ് ഇങ്ങനെ പിടിച്ചിട്ട് വരച്ചാൽ മതി. ഇതിൻ്റെ ഫ്രണ്ട് നെക്ക് ഈ കാണുന്നതാണ് ബാക്ക് നെക്ക്. ഇതപ്പോൾ ഈ ഫ്രണ്ട് നെക്കിൻ്റെ ഇവിടെ ഒരു അടയാളം ഇടുക. ബാക്ക് നെക്ക്
അടിയിലായിട്ട് ഒരു അടയാളം. അപ്പം നമുക്കിത് ടേപ്പിൽ അളക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വൃത്തി അടയാളം ഇടണം. ഇനി നമ്മളിത് ഇവിടെ നിന്ന് ഇങ്ങനെ റിഗാളിൽ ഇങ്ങനെ വരയ്ക്കുക. റിഗാള് വെട്ടാനായിട്ട് എളുപ്പത്തിന് നമുക്ക് ഇവിടെ 7 ഇഞ്ചാണ് നമുക്ക് ഇവിടെ ഇങ്ങനെ വന്നേക്കണത്. അതിൻ്റെ ഒരു നേരെ കണ്ട് ഇവിടെ നിന്ന് ഏകദേശം ഒരു ഡോട്ട് ഇട്ടിട്ട് അവിടെ നിന്ന് ഒരു ഇഞ്ച് നീക്കിയിട്ട് ഇങ്ങനെ വരച്ചാൽ മതി കേട്ടോ. അപ്പോൾ കറക്റ്റിൽ കിട്ടും. ഞാനിപ്പോൾ അതൊന്നും നോക്കാണ്ട് വരച്ച അങ്ങനെ ആദ്യമായിട്ട് വെട്ടണവർക്ക് എളുപ്പത്തിനാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നേരെ പിടിക്കട്ടെ. അപ്പോൾ നമ്മളിവിടെ 7 ഇഞ്ചിലാണ് റിഗാള് വരച്ചേക്കണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു പോയിന്റ് ഇടുക. ആ പോയിന്റിൽ നിന്ന് 1 ഇഞ്ച് കയറ്റിയിട്ട് ഒരു പോയിന്റ് ഇടുക. അവിടേക്ക് വരയ്ക്കാം കേട്ടോ. ഇനി ഇതിങ്ങനെ വെട്ടിയെടുക്കാം. വെട്ടിയെടുക്കുമ്പോൾ നമ്മൾ ലൈനിങ് അടക്കമാണ് കിട്ടണത് കേട്ടോ. ലൈനിങ്ങിന്റെ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം ഇതാണ് നമുക്ക് കൈക്ക് ലൈനിങ് ആയിട്ട് നമ്മൾ എടുക്കാം. ഇവിടെ ഞാനൊരു സ്വല്പം അങ്ങനെ ചാച്ചു വിട്ടിട്ട് ഒരു 1/4 ഇഞ്ച് തുമ്പ് ഭാഗം മാത്രം. ഇവിടെ വരെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് വെട്ടാം. ഇവിടെ വെട്ടുമ്പോൾ ലൈനിങ് ഇവിടെ വരുമ്പോൾ ലൈനിങ് അടക്കം വെട്ടാം. അല്ലെങ്കിൽ ആദ്യം ഇത് തന്നെ വെട്ടിയിട്ട് ലൈനിങ് വെട്ടിയാലും മതി. ഇത് മാത്രം കട്ടി കൂടുതലുണ്ടെങ്കിൽ മാത്രം വെട്ടുക. വെട്ടിയെടുത്തിട്ട് പിന്നെ ലൈനിങ് അതിൻ്റെ ഒപ്പം വെട്ടും. നമ്മൾ ഈ വരച്ച ഈ ഭാഗം ഉണ്ടല്ലോ, സ്ലിറ്റിൻ്റെ ഭാഗം, അവിടെ ഒരു കട്ടിങ് ഇടണം കേട്ടോ. സ്ലിറ്റ് ഇവിടെ വരെ വന്ന് അടിക്കണം എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ടാണ്. അത് ലൈനിങ്ങിന് അടക്കം ഈ കട്ടിങ് ഇടുക. ഇനി നമ്മൾ ഇതിൻ്റെ നെക്ക് വെട്ടുന്നത് പേപ്പർ ക്യാൻവാസിലാണ് വെട്ടുന്നത്. അതിന് നമ്മൾ ഇതിൻ്റെ ഇത് എത്ര ഇഞ്ച് ഉണ്ടെന്ന് നമ്മൾ നോക്കണം. 5.5 ഇഞ്ച്. ഇതിൻ്റെ ഇറക്കം 4.5 ഇഞ്ചാണ് ഫ്രണ്ടിൻ്റെ കേട്ടോ. ബാക്ക് നമ്മൾ അടയാളം ഇട്ടേക്കണ്ട് 4 ഇഞ്ച്. 5.5 4.5 ഫ്രണ്ട്, ബാക്ക് 4 ഇട്ട് അത് നമ്മൾ പേപ്പർ ക്യാൻവാസുമേ വെട്ടിയെടുക്കണം. അതുപോലെ ഇവിടെ നമ്മൾ ഇവിടെ ഒരു കട്ടിങ് കൊടുക്കുക. ഇവിടെ സെൻറ്റർ അടയാളപ്പെടുത്താൻ വേണ്ടി ഇവിടെ ഒരു കട്ടിങ് കൊടുക്കുക കേട്ടോ. എല്ലാത്തിനും ലൈനിങ്ങും ഒക്കെ കട്ടിങ് കൊടുക്കുക. അപ്പോൾ നമുക്കത് അടിക്കുമ്പോൾ എളുപ്പമുണ്ടാവും. ആ സെൻറ്ററുകൾ വെച്ചിട്ട് അടിച്ചാൽ മതി. പിന്നെ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് മാത്രം എടുക്കാം കേട്ടോ. ഫ്രണ്ട് മാത്രം എടുത്തിട്ട് അതൊന്ന് കുഴിച്ചു വെട്ടണം. ബാക്ക് എടുക്കരുത്, ഫ്രണ്ട് മാത്രം. ലൈനിങ്ങിൻ്റെ ഇല്ല, മറ്റേത് മാത്രമാണ് കേട്ടോ. നല്ല തുണിയുടെ ഫ്രണ്ട് മാത്രം എടുത്തിട്ട് ഇങ്ങനെ കുഴിച്ചു വെട്ടണം. അത് ലൈനിങ് വെച്ച് അടിക്കുമ്പോൾ ലൈനിങ് അപ്പോൾ വെട്ടി കളഞ്ഞാൽ മതി. ഇപ്പോൾ ഇതിൻ്റെ ബോഡി പാർട്ട് വെട്ടിക്കഴിഞ്ഞു. ഇനി ഇതിൻ്റെ സ്ലീവ് വെട്ടണത് കാണിക്കാം. ബാക്കിൽ നിന്ന് നമ്മൾ വെട്ടിയെടുത്ത ഈ പീസ് ഉണ്ടല്ലോ, ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്ലീവ് വെട്ടണത്. അപ്പോൾ ഇത് ഇതുപോലെ മടക്കിയിട്ടിട്ട് സ്ലീവിൻ്റെ നീളവും വീതിയൊക്കെ എടുത്തിട്ട് വെട്ടാം. സ്ലീവിൻ്റെ വിഡ്ത്ത് എടുത്തിട്ട് അതിനേൽ 1.5 ഇഞ്ച് കൂടുതൽ അങ്ങനെ എടുത്തു. ഇവിടുന്ന് മടക്കി അടിക്കാനുള്ളത് കൂടുതൽ എടുക്കുക. മടക്കി അടിക്കാൻ 1 ഇഞ്ച് കൂടുതൽ എടുക്കണം. ഇവിടെ സ്ലീവിൻ്റെ ലെങ്ത്തിനേലും 1/2 ഇഞ്ച് കൂടുതൽ എടുക്കണം. ഇവിടെയാണ് അതിൻ്റെ സ്ലീവ് നിൽക്കുന്നത്. ഇവിടെ അടിച്ചു പോകാനുള്ളതും കൂടിയിട്ട് ഇങ്ങനെ എടുക്കാം. ഇതിലേക്ക് ഇങ്ങനെ വെട്ടാട്ടാ. ഇതാണ് സ്ലീവ്. ഇതിൻ്റെ സെൻറ്റർ അടയാളപ്പെടുത്തുക. ഇവിടെ നമുക്ക് 1.5 ഇഞ്ചാണ് അടിച്ചു പോകാനുള്ളത്. അവിടെ ഒരു കട്ടിങ് ചെയ്യാം. കട്ടിങ് ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മൾ ഇതിൻ്റെ മുകളിലത്തെ രണ്ടെണ്ണം എടുത്തിട്ട് കുഴിച്ച് വെട്ടണം. നമ്മൾ സാധാരണ വെട്ടണ പോലെ തന്നെ ഇങ്ങനെ കുഴിച്ച് വെട്ടും. ഇത് ഒരുമിച്ച് ഇങ്ങനെ മടക്കിയേക്കണ കാരണമാണ് കേട്ടോ ഇവിടെ 2 എണ്ണം എടുക്കണേ. സെപ്പറേറ്റ് മടക്കുകയാണെങ്കിൽ രണ്ടും വേറെ വേറെ കുഴിച്ച് വെട്ടണം. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ലൈനിങ് നമ്മൾ ഇവിടെ നിന്ന് വെട്ടിയത് ഇങ്ങനെ ഒരു പീസ് എടുക്കണ്ടല്ലോ, ഇതുമേലേക്ക് ഇത് വെക്കുക. വെച്ചിട്ട് ഇതിങ്ങനെ വെട്ടിയെടുക്കുക കേട്ടോ. കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. അടിച്ച് കഴിഞ്ഞിട്ട് കൂടുതൽ വരുന്നത് നമുക്ക് വെട്ടിക്കളഞ്ഞാൽ മതി. അപ്പോൾ കറക്റ്റ് നമ്മളുടെ നല്ല തുണിയാണ് ശരിക്കും വെട്ടിക്കണത്. ബാക്കി വരുന്നതൊക്കെ ലൈനിങ് വന്ന് വെട്ടിക്കളയാൻ. ഇനി ഇതിൻ്റെ കൈ അടിക്കണ വിധം ഞാൻ കാണിച്ചു തരാം. ഒരെണ്ണത്തിൻ്റെ ഈ ലൈനിങ് എടുത്തിട്ട് നല്ല തുണി ഇങ്ങനെ എടുക്കുക. നല്ല തുണി എടുത്തിട്ട് ഇത് ഇങ്ങനെ നിർത്തുമ്പോൾ ഇതുപോലെ ഇങ്ങനെ നിർത്തണം കേട്ടോ. എന്നാലാണ് കുഴിച്ച് വെട്ടിയത് രണ്ടും 2 സൈഡിലേക്ക് വരുള്ളൂ. അതിൻ്റെ മീതെ ഈ ലൈനിങ് ഇങ്ങനെ വയ്ക്കുക. 1/2 ഇഞ്ച് ഇറക്കി വയ്ക്കണം കേട്ടോ. ഈ കാണുന്ന പോലെ ഇറക്കി വെച്ചിട്ട് ആദ്യം ഈ നല്ല തുണി ഇങ്ങനെ മടക്കുക. എന്നിട്ട് ഒരു മടക്കും കൂടി മടക്കുക. എന്നിട്ട് 2 അടിപ്പ് അടിക്കുക. അപ്പോഴാണ് ഇവിടെ കട്ടി അധികം ഇല്ലാണ്ട് വരുള്ളൂ. രണ്ടും ഒപ്പം വെച്ചിട്ട് ഇങ്ങനെ അടിക്കുമ്പോൾ ഭയങ്കര കട്ടിയാവും. അപ്പോൾ അങ്ങനെ അടിച്ചോളൂ കേട്ടോ. ഇതിങ്ങനെ ഇറക്കി വെച്ചിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഒരു മടക്കും കൂടി ഇട്ട് 1 അടി അടിക്കുക. തുമ്പത്ത് 1 അടി കൂടി അടിക്കുക.
എന്നിട്ട് ഇങ്ങനെ അടിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ തുമ്പത്ത് കൂടെ അടിച്ചിട്ട് കൂടുതൽ വരണത് കട്ട് ചെയ്ത് കളയാം. അങ്ങനെയാണ് ഇതിൻ്റെ ലൈനിങ് അടിക്കുമ്പോൾ ചെയ്യേണ്ടത്. അപ്പോൾ സ്ലീവ് വെട്ടി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ നെക്ക് വെട്ടണത് കാണിച്ചു തരാം. അതിന് ഒരു പേപ്പർ ക്യാൻവാസിൻ്റെ ഒരു പീസ് എടുക്കുക. ഞാൻ ഒരു ഭാഗം വെട്ടണതാണ് കാണിക്കണുള്ളൂ കേട്ടോ. ബാക്ക് അതുപോലെ വെച്ച് നിങ്ങൾ വെട്ടിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ മടക്കി ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് 5.5 നമ്മുടെ നെക്കിൻ്റെ വിട്ട്. ഇത് ബോട്ട് നെക്കായ കാരണം 5.5 വേണം. 11 ഇഞ്ചൊക്കെ ഉണ്ടാവും നമ്മുടെ ബോട്ട് നെക്കിൻ്റെ വിട്ട്. അപ്പോൾ 5.5 ഫ്രണ്ട് നെക്കാണ് കേട്ടോ വെട്ടണത്. 5.5. അതിൻ്റെ നെക്കിൻ്റെ ലെങ്ത്ത് 4.5 നമ്മളവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇതിൽ നിന്ന് ഇങ്ങനെ വരയ്ക്കുക. ഇങ്ങനെ റൗണ്ടായിട്ട് വരയ്ക്കരുത്, ഇങ്ങനെ ബോട്ടിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ തന്നെ വരയ്ക്കണം കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് 1 ഇഞ്ച് നീക്കിയിട്ട് ഒരു വരയും കൂടി ഇങ്ങനെ കൊടുക്കുക. ആദ്യം നമ്മൾ ഈ വരയാണ് വെട്ടേണ്ടത്. അത് ഫുൾ അങ്ങോട്ട് വെട്ടിയെടുക്കുക. രണ്ടാമത്തേത് വെട്ടുമ്പോൾ ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് താഴെ വരെ വെട്ടിയാൽ മതി കേട്ടോ. എന്നിട്ട് ഇത് ഈ 1/2 ഇഞ്ച് ഇങ്ങനെ വെട്ടിക്കളയാം. ഇത് നമ്മൾ ഫ്രണ്ട് കഴുത്തിനാണെന്ന് കാണിക്കാൻ വേണ്ടി ഇതുമ്മ എഫ് എന്ന് എഴുതുക. ഇതുപോലെ ബാക്കും വെട്ടുക. ബാക്ക് 4.5 ഇഞ്ചിൽ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക ബോട്ട് നെക്കിൻ്റെ. അപ്പോൾ ഇത് നമ്മളുടെ കയ്യിലത്തെ ഈ തുണികളുണ്ടല്ലോ, ലൈനിങ്ങിൻ്റെ തുണിയെന്നോ അല്ലെങ്കിൽ നമ്മുടെ നല്ല തുണിയിൽ ബാക്കി ഉണ്ടാവും ഇതുപോലെയുള്ള ഈ തുണിയുമ്മ നമ്മൾ ഈ പേപ്പർ ക്യാൻവാസിൻ്റെ ഒരു സൈഡ് നമുക്ക് ഇങ്ങനെ പശയുള്ള ഭാഗം ഉണ്ടല്ലോ, അത് ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമ്മളിതിങ്ങനെ അയൺ ചെയ്യുക. അയൺ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഇവിടെ നിന്ന് 4 ഇഞ്ച് വെച്ച് ഇത് വെട്ടിക്കളയുക. എന്നിട്ട് അത് മടക്കി അടിച്ചിട്ട് ഇവിടെയും ഇത് കംപ്ലീറ്റ് ഇങ്ങനെ ഒപ്പത്തിന് തന്നെ അത് വെട്ടിക്കളയുക കേട്ടോ. ഇപ്പം ഞാനിതിങ്ങനെ അയൺ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളിത് അയൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇപ്പുറത്തുനിന്ന് 4 ഇഞ്ച് നീക്കിയിട്ട് ഇത് വെട്ടിക്കളയാം കേട്ടോ. വെട്ടിക്കളഞ്ഞാൽ ഇത് ഇങ്ങനെ മടക്കി അടിക്കണം. മടക്കി അടിച്ച് കഴിഞ്ഞിട്ട് ഇനി ഇതുമ്മ വെക്കണ വിധം കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ലൈനിങ്ങും ഇതൊക്കെ വെട്ടി വെച്ചിട്ടുണ്ടല്ലോ, ഇതിൻ്റെ ഒരു ഭാഗം ഫ്രണ്ടിൻ്റെയാണ് ഞാനിപ്പോൾ എടുത്തേക്കണേ. ബാക്ക് നിങ്ങൾ ഇതുപോലെ തന്നെ വെട്ടി വെക്കുക കേട്ടോ. വെട്ടി തയ്ച്ച് കൊണ്ടുവരിക. അപ്പോൾ ഇതിൻ്റെ ഒരു ലൈനിങ് ഉണ്ടല്ലോ, ഇത് എടുക്കുക, ഫ്രണ്ടും എടുക്കുക, ബാക്കിൻ്റെ ലൈനിങ് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഇത് ഒരേപോലെയാണല്ലോ നമ്മൾ വെട്ടിക്കണത്. അപ്പോൾ ഇതിങ്ങനെ നിർത്തിയിട്ടിട്ട് ലൈനിങ് ഇങ്ങനെ നിർത്തിയിട്ടിട്ട് അതിൻ്റെ മീതെ ഇതിടുക. ഇതിങ്ങനെ നിർത്തിയിട്ടിട്ട് നമ്മളിത് ഈ സെൻറ്ററുകളൊക്കെ വെട്ടിക്കണ കാരണം ആ സെൻറ്ററിലേക്ക് തന്നെ ഇത് വെച്ചിട്ട് കറക്റ്റായിട്ട് തുമ്പത്ത് വെച്ചിട്ട് അടിക്കുക. ഇവിടെയും ഇതിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇവിടെ നമ്മൾ ഫ്രണ്ട് മാത്രം കുഴിച്ച് വെട്ടിക്കേണ്ടതാണ്. അതുമ്മക്കോടെ അടിച്ചിട്ട് കൂടുതൽ നിൽക്കുന്നത് വെട്ടിക്കളയാം കേട്ടോ. അതുപോലെ അടിക്കേണ്ടത് ഈ സൈഡ് ഈ സ്ലിറ്റിൻ്റെ അവിടം വരെ അടിക്കണം. സ്ലിറ്റിൻ്റെ അവിടെ അടയാളം ഇട്ടുണ്ടല്ലോ, അവിടം വരെ അടിക്കുക. പിന്നെ താഴേക്ക് അടിക്കണ്ട. അങ്ങനെ അടിച്ചു കഴിഞ്ഞിട്ട് ഇതുമ്പോൾ ഞാൻ നെക്ക് വെക്കേണ്ടത് കൂടി കാണിച്ചു തരാം. ഈ ഇതിൻ്റെ നമ്മൾ സെൻറ്റർ അടയാളപ്പെടുത്തുക. ഇവിടെ നമ്മൾ 5.5 ഇഞ്ചിൽ ഇട്ടിട്ടുണ്ടല്ലോ, അവിടെയും ഒന്ന് അടയാളം ഇടുക. എന്നിട്ട് നമ്മൾ ഈ സെൻറ്റർ ഇതുമ്മ വയ്ക്കുക. ഇതുമ്മ വെച്ചിട്ട് ഇവിടെ നിന്നേ മുതൽ ഇതിനോട് ചേർത്തി ഇങ്ങനെ അടിക്കുക. ഇങ്ങനെ ചേർത്തി അടിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ 4 ഇഞ്ച് നിർത്തിയിട്ട് അതിങ്ങനെ വെട്ടിക്കളയാം കേട്ടോ. വെട്ടിക്കളഞ്ഞ് അങ്ങോട്ട് മറിച്ച് ഇവിടെ കട്ട് ചെയ്ത് ഇട്ടിട്ട് അങ്ങോട്ട് മറിച്ചടിക്കുക. അപ്പോൾ ഫ്രണ്ട് അടിച്ച് ഇങ്ങനെ കിട്ടും. അതേപോലെ തന്നെ ബാക്ക് അടിച്ചിട്ട് ഷോൾഡർ കൂട്ടുക, പിന്നെ കൈ വെച്ച് കംപ്ലീറ്റ് ആക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ കൂടെ ചോദിക്കുക കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു.